ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്കോളേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സോഷ്യോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. എയിംസ്, നോർസെറ്റ്, ജിപ്മർ, RRB, കേരള PSC പോലെയുള്ള എക്സാംസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഗ്രൂപ്പ് ഓഫ് ബയോളജിക്കലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് ലിവിംഗ് ടുഗദർ ആൻഡ് ഈറ്റിംഗ് ഫ്രം കോമൺ കിച്ചൺ ഈസ് നോൺ ആസ് എ ഫാമിലി, ബി ഗ്രൂപ്പ്, സി സൊസൈറ്റി, ഡി ഹൗസ് ഹോൾഡ്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ബയോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഒരു കോമൺ ആയിട്ടുള്ള കിച്ചണിന്, അതുപോലെ അവർ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയാ? ഓക്കെ, അതിനെ നമ്മൾ ഫാമിലി എന്നാണ് പറയാം. ബാക്കി ഗ്രൂപ്പ്, സൊസൈറ്റി, ഹൗസ് ഹോൾഡ് ഇതിലൊന്നും തന്നെ ഒരു ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഇല്ല. അതുപോലെ തന്നെ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സിസ്റ്റവും ഇല്ല. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫാമിലിയാണ്. കറക്റ്റ് ആൻസർ ഫാമിലി ആണ്. അപ്പൊ എന്താണ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചതാണ്. എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹൂ ലിവ് ടുഗദർ ആൻഡ് കോപ്പറേറ്റ് ആസ് എ യൂണിറ്റ്. ഫാമിലി എന്ന് പറയുന്നത് നമ്മളെ സൊസൈറ്റിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ്, അല്ലെ? അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് ജീവിക്കുന്നു, അതുപോലെ തന്നെ അവർ പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് ഒരു യൂണിറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. അടുത്ത ഡെഫിനേഷൻ പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ റിലേറ്റഡ് ബൈ മാരേജ്, blood or adoption and who often live together and share economic resources. അപ്പൊ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒന്നെങ്കിൽ മാരേജ് വഴി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻസ് ആയിരിക്കാം, ഇവ അച്ഛൻ അമ്മ അങ്ങനെയുള്ള, അല്ലെങ്കിൽ അഡോപ്ഷൻ ആയിരിക്കാം, അതായത് അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടിയെ ദത്തെടുത്തതാവാം, അല്ലെങ്കിൽ ദേ ആർ ലിവ് ടുഗദർ, അവർ ഒരുമിച്ച് ജീവിക്കുന്നവരായിരിക്കാം, അവരെ എക്കണോമിക് റിസോഴ്സസ്, അവരെ പൈസ, അതുപോലെ തന്നെ അവരെ ബാക്കിയുള്ള എക്കണോമിക് റിസോഴ്സസ് എല്ലാം അവർ ഒരുമിച്ച് ഷെയർ ചെയ്ത് ജീവിക്കുന്നതാവാം. അങ്ങനെയുള്ള ഫാമിലിയുടെ ഒരു ബേസിക് യൂണിറ്റിനെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ക്ലയന്റ് ഈസ് റീമാരീഡ് ആൻഡ് ഹെർ 2 children ഫ്രം ഹെർ പ്രീവിയസ് മാരേജ് live in the same house. Her husband's children visit on the weekend. This is an example of extended family, joint family, diverse family, blended family. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഒരു ക്ലയന്റ് രണ്ടാമത് വിവാഹം കഴിച്ചു, അവരെ മുന്നേയുള്ള വിവാഹത്തിലെ 2 കുട്ടികൾ അവരെ കൂടെ ജീവിക്കുന്നുണ്ട് അതേ വീട്ടിൽ തന്നെ. അതുപോലെ അവരെ ഹസ്ബൻഡിന്റെ കുട്ടികൾ വീക്കെൻഡ്സിലൊക്കെ വന്നിട്ട് അവരെ വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഫാമിലി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്റ്റെൻഡഡ് ഫാമിലി ആണോ, ജോയിന്റഡ് ഫാമിലി ആണോ, ഡിവേഴ്സ് ഫാമിലി ആണോ, ബ്ലെൻഡഡ് ആണോ? അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബ്ലെൻഡഡ് ഫാമിലി ആണ്. ബ്ലെൻഡഡ് ഫാമിലി എന്ന് പറയുമ്പം പ്രീവിയസ് മാരേജിലെ കുട്ടികൾ ഈ ഒരു ന്യൂ കപ്പിൾസിന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ, അപ്പം ഇപ്പോ അവിടെ ഹസ്ബൻഡ് ആണെങ്കിലും അവരെ വൈഫ് ആണെങ്കിലും അവരൊക്കെ മുന്നേ കല്യാണം കഴിച്ച ബന്ധത്തിലെ കുട്ടികൾ അവരെ കൂടെ ഇപ്പോഴുള്ള ബന്ധത്തിൽ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു മിക്സ്ചർ കൈൻഡ് ഓഫ് ഫാമിലിനെയാണ് നമ്മൾ ബ്ലെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. കറക്റ്റ് ആൻസർ ഈസ് ബ്ലെൻഡഡ് ഫാമിലി. A family consists of married couple and their children is called A. Single family, B. 3-generation family, C. Traditional family, D. Nuclear family. ഒരു ഫാമിലിയിൽ മാരീഡ് കപ്പിളും അവരെ കുട്ടികളും മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഹസ്ബൻഡും വൈഫും അവരെ കുട്ടികളും മാത്രമാണെങ്കിൽ അതാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ ബാക്കി ഫാമിലി റിലേറ്റീവ്സ് ഒന്നും തന്നെ കാണുന്നില്ല. അപ്പം ഏകദേശം ഒരു മെമ്പേഴ്സിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 3ഓ 4ഓ ഒക്കെ ആവാം. ആൻസർ ഡി, ന്യൂക്ലിയർ ഫാമിലിയാണ് റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഓരോ ഫാമിലി, ടൈപ്പ് ഓഫ് ഫാമിലിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാമിലീസ് ഒന്ന് നോക്കി പോവാം. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ മദർ, ഫാദർ, 1 or more ചിൽഡ്രൻ, അവരെ കുട്ടികൾ മാത്രമാണ് അവിടെ വരുന്നത്. മദറോ ഫാദറും അതുപോലെ അവരെ കുട്ടികളും മാത്രമാണെങ്കിൽ അതിനെ ന്യൂക്ലിയർ ഫാമിലി എന്നാണ് പറയാ. സിംഗിൾ പാരന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു പാരന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നുകിലും മദറോ അല്ലെങ്കിൽ ഫാദറോ ആരെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ, അതുപോലെ അവരെ കുട്ടികളും. അതിനെയാണ് സിംഗിൾ പാരന്റ് ഫാമിലി എന്ന് പറയുന്നത്. മദർ അല്ലെങ്കിൽ ഫാദർ പിന്നെ അവരെ കുട്ടികളും. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫാമിലിയിൽ മദറും ഫാദറും അവരെ കുട്ടികളും ആണ് കാണുന്നത്. സിംഗിൾ പാരന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പാരന്റേ കാണുള്ളൂ, ഓൺലി 1 പാരന്റ് ആൻഡ് 1 or more ചിൽഡ്രൻ, അച്ഛനോ അമ്മയോ ഏതെങ്കിലും ഒരാളെ കാണും, സിംഗിൾ പാരന്റ് ഫാമിലി. ബ്ലെൻഡഡ് ഫാമിലി എന്ന് പറയുമ്പോൾ 2 പാരന്റ്സ്, അതായത് 2 കപ്പിള്, 1 or both of whom having children from a previous relationship. ഇപ്പൊ 2 പുതിയതായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാര്
അപ്പൊ അവരെ മുന്നത്തെ ബന്ധത്തിലുള്ള കുട്ടികൾ അവരെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ബ്ലെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്റ്റെൻഡഡ് ഫാമിലി. All the immediate relatives of a family, grandparents, aunts, cousins, etc. അപ്പം എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുമ്പം അവിടെ കപ്പിൾസ് കാണും, അവരെ കുട്ടികൾ കാണും, ഇവരെ ഗ്രാൻഡ് പാരൻസ്, അച്ഛമ്മ, അമ്മമ്മ, അങ്ങനെയുള്ള ആൾക്കാർ, അവരെ ആൻറ്റി, അങ്കിള്, കസിൻസ്, ഇങ്ങനെ അവരെ ഒരു ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ഓഫ് ഫാമിലി, വല്യമ്മ, വല്യച്ഛൻ എന്നൊക്കെ പറയുന്ന ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ഓഫ് ഫാമിലി ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിനെയാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. Next question. The family includes relatives in addition to the nuclear family is called joint family, traditional family, blended family, extended family. അപ്പോൾ ഫാമിലിയിൽ റിലേറ്റീവ്സ് ഉണ്ട് ഈ ഒരു ന്യൂക്ലിയർ ഫാമിലി കൂടാതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അച്ഛൻ, അമ്മ, അവരെ കുട്ടികൾ അല്ലെ, പ്ലസ് ആര് വന്നു, റിലേറ്റീവ്സ് വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫാമിലിയെ എന്താണ് പറയുക? ആൻസർ എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റ് ഓഫ് പാരന്റ്സ്, ചിൽഡ്രൻ പ്ലസ് അതർ റിലേറ്റീവ്സ്. അപ്പൊ അവരെ ബാക്കി റിലേറ്റീവ്സും കൂടെ അവരെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ജോയിന്റ് ഫാമിലി ഈസ് കളക്ടിവിറ്റി, ഇൻഡിപെൻഡൻസ്, ഇക്വാലിറ്റി, നൺ ഓഫ് ദ എബവ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണ് ജോയിന്റ് ഫാമിലി എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈക്വാലിറ്റി നോക്കുകയാണെങ്കിൽ ജോയിന്റ് ഫാമിലിയിൽ ഈക്വാലിറ്റി കുറവായിരിക്കും. കാരണം അവിടെ അധികവും മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിലെ ഒരു എൽഡസ്റ്റ് മെമ്പർ ആണ് ഡിസിഷൻസ് എടുക്കുന്നത്. അതുപോലെ തന്നെ അവരായിരിക്കും മണി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ മണി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവരായിരിക്കും. അപ്പോൾ അവിടെ ഈക്വാലിറ്റി കാണുന്നില്ല. അതുപോലെ ഈ ഒരു എൽഡർ ആയിട്ടുള്ള ആൾക്കാരാണ് ബാക്കിയുള്ള ആൾക്കാരെ മാരേജ്, റിലേഷൻഷിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ എല്ലാത്തിനെ കുറിച്ചിട്ടും ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ ഈക്വാലിറ്റി അവിടെ കാണുന്നില്ല, ഇൻഡിപെൻഡൻസും അവിടെ കാണുന്നില്ല. കാരണം ഇൻഡിപെൻഡൻസ് കുറവായിരിക്കും. ഒരു കൂട്ടുകുടുംബമായിട്ട് ജോയിന്റ് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് ഒരു ആരാണോ മുതിർന്ന ആള്, ഫാമിലിയിലെ ജോയിന്റ് ഫാമിലിയിലെ മുതിർന്ന ആൾ ആരാണോ, ഡിസിഷൻസ് എടുക്കുന്ന ആളാണോ, അവർക്കനുസരിച്ചിട്ട് ആ ഒരു ഫാമിലിയിലെ ഇൻഡിപെൻഡൻസ് ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഒരുപാട് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന പോലെ തോന്നുന്ന പോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ജോയിന്റ് ഫാമിലിയിൽ. അപ്പൊ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. കളക്ടിവിറ്റി ആണ് റൈറ്റ് ആൻസർ. ഒരുപാട് ആൾക്കാർ കൂടി ചേർന്നാണ് ജീവിക്കുന്നത് ജോയിന്റ് ഫാമിലിയിൽ. കളക്ടിവിറ്റി എന്ന് പറയുന്നതാണ് കറക്റ്റ്. കാരണം കളക്റ്റീവായിട്ട് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. കളക്ടിവിറ്റി ആണ് റൈറ്റ് ആൻസർ. Next question, primary level of child socialization is society, community, school, family. The right answer is family. Family ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള സൊസൈറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ സെക്കൻഡറി ലെവൽ ഓഫ് സോഷ്യലൈസേഷൻ ആണ്. കമ്മ്യൂണിറ്റി സെക്കൻഡറി ലെവൽ ഓഫ് സോഷ്യലൈസേഷൻ ആണ്. സ്കൂൾ എന്ന് പറയുന്നത് സെക്കൻഡറി ലെവൽ ഓഫ് സോഷ്യലൈസേഷൻ ആണ്. അപ്പൊ ഒരു കുട്ടി സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നു, അവിടുത്തെ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നു, സൊസൈറ്റിയിലേക്ക് ഒരു പൗരനായിട്ട് എത്തിച്ചേരുന്നു. ഇതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത്. എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കേണ്ടത്, എന്തൊക്കെ നോംസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിരിക്കണം എന്നൊക്കെയുള്ള ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇതെല്ലാം അവരുടെ ഫാമിലിയിൽ നിന്നാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നാണ് അവർ പഠിക്കുന്നത്. അപ്പൊ പ്രൈമറി ലെവൽ ഓഫ് ചൈൽഡ് സോഷ്യലൈസേഷൻ എന്ന് ചോദിച്ചാൽ ഫാമിലിയാണ്. ആൻസർ ഫാമിലി. Next question, the Sarda Act was passed in 1928, 1929, 1930, 1931. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1929 ആണ്. 1929. The Sarda Act or the Child Marriage Restraint Act was passed to curb the solemnization of child marriage in India for all classes of people throughout the British India. അപ്പൊ നമ്മൾ ഈ ഒരു സാർദ ആക്ടിനെ ചൈൽഡ് മാരേജ് റീസ്ട്രെയിൻഡ് ആക്ട് എന്നാണ് പറയുന്നത്. ഇത് 1929 പാസ്സായത്. അപ്പൊ മെയിൻ ആയിട്ടും ഈ ഒരു ചൈൽഡ് മാരേജിനെ കുറിച്ചിട്ട്, ചൈൽഡ് മാരേജ് എത്ര ആ ഒരു ചൈൽഡ് മാരേജ് എന്ന് പറയുന്നത് എത്ര ഏജിലായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു സാരദ ആക്ട് വരുന്നത്. അപ്പം സാരദ ആക്ട്, ദിസ് ആക്ട് ബാൻ ദ മാരേജ് ഓഫ് ബോയ്സ് ബിലോ 18 ഇയേഴ്സ്. അതായത് അവര് 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ ആ കാലത്തൊക്കെ വിവാഹം കഴിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ബാൻ ചെയ്തത് ഈ ഒരു സാരദ ആക്ട് വഴിയാണ്. അതുപോലെ 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ വിവാഹിതരാവുന്നതിന് എതിരെയും കൂടെ കൊണ്ടുവന്ന ഒരു
ലോയാണ് സാരദ ആക്ട് എന്ന് പറയുന്നത്. 1929 പാസ്സാക്കിയത്. ഈ ഒരു ആക്ട് പ്രകാരം ആൺകുട്ടികൾ 18 ഇയേഴ്സിന് താഴെയാണെങ്കിൽ, ബിലോ ആണെങ്കിൽ, അതുപോലെ പെൺകുട്ടികൾ 14 ഇയേഴ്സിന് ബിലോ ആണെങ്കിലും അവർക്ക് മാരേജ് ബാൻ ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ഒരു ലോ വഴി പാസ്സാക്കിയത്. Next question. The maintenance provided by a husband to his divorced wife is called Meher, Dowry, Bride Price, Alimony. The right answer is alimony. Alimony ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ഭാര്യയും ഭർത്താവും ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട മെയിൻ്റനൻസ്, അവർ പ്രൊവൈഡ് ചെയ്യേണ്ട മെയിൻ്റനൻസിനെയാണ് നമ്മൾ അലിമണി എന്ന് പറയുന്നത്. നഷ്ടപരിഹാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് അലിമണി. Next question. Sociogram helps to study which of the following? Group type, group structure, group morale, group behavior. അപ്പോൾ സോഷ്യോഗ്രാം നമ്മൾ ഈ ഏത് കാര്യത്തിനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്ട്രക്ചർ ആണ്. Next question. A group of people involved in interpersonal relationship in social territory is family, society, കമ്മ്യൂണിറ്റി, ടീം. അപ്പം ഒരു സോഷ്യൽ ടെറിട്ടറിയിൽ ആൾക്കാരെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലെ ഒരു കൂട്ടമായിട്ടുള്ള ആൾക്കാർ അവരൊരു സോഷ്യൽ ടെറിട്ടറിയിൽ പരസ്പരം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലുണ്ട്, അല്ലെ, അതിന് നമ്മൾ സൊസൈറ്റി എന്നാണ് പറയുക. കാരണം സോഷ്യൽ ടെറിട്ടറി എന്നുള്ള ടേം ശ്രദ്ധിച്ചാൽ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. അതായത് ഒരു സൊസൈറ്റിയിലാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ് നടത്തിയിട്ടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിങ്കിൾ ചെയ്തിട്ടൊക്കെ ജീവിക്കുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. Communication among family members is an example of family structure, family function, family goals, family development. ആൾക്കാർ ഫാമിലിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെ, ഒരു ഫാമിലിയിലുള്ള ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? അത് ഫാമിലിയുടെ ഫംഗ്ഷനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ, ഫാമിലിയുടെ ഫംഗ്ഷനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, അല്ലെ, അത് ഫാമിലി നടന്നു പോകുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലെ, ഫാമിലി കൊണ്ടുപോകുന്നതിനെ. അപ്പൊ ഫാമിലി ഫംഗ്ഷൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. The term cultural diffusion means spreading of cultural attributes through different cultural groups. Immigrants comes to accept the culture. It provides stability to the group. It functions like socialization. ചോദിച്ചിരിക്കുന്ന ടേം കൾച്ചറൽ ഡിഫ്യൂഷൻ ആണ്, അല്ലെ. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും കൂടിച്ചേരൽ എന്നാണ് നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത്. കൾച്ചറുകൾ തമ്മിൽ കൂടിച്ചേരുന്നു, അല്ലെ, അല്ലെങ്കിൽ കൾച്ചറുകൾ മിക്സപ്പ് ആവുന്നു, അതാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് കൾച്ചർ എന്താവുന്നു, സ്പ്രെഡ് ആവുന്നു, പരക്കുന്നു, അല്ലെ, എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലായത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് സ്പ്രെഡിങ് ഓഫ് കൾച്ചറൽ ആട്രിബ്യൂട്ട്സ് ത്രൂ ഡിഫറെന്റ് കൾച്ചറൽ ഗ്രൂപ്പ്സ്. അപ്പം കൾച്ചേഴ്സ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ലൊക്കേഷനിൽ വേറെ സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യുന്നു, അല്ലെ, അവരുടെ കൾച്ചറൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നു, അവരുടെ സംസ്കാരങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ മിക്സപ്പ് ആവുന്നു. The right answer is option A. എന്താണ് ഇവിടെ നമുക്ക് നോക്കാം. സ്പ്രെഡ് ഓഫ് കൾച്ചറൽ ട്രെയ്റ്റ്സ്, അല്ലെ, നമ്മൾ സംസ്കാരം സ്പ്രെഡ് ചെയ്യാണ്. ഇപ്പം അമേരിക്കൻ മൂവീസ്, പോപ്പ് മ്യൂസിക്, TV പ്രോഗ്രാംസ്, ഫാസ്റ്റ് ഫുഡ്, ഈ ഒരു ഐഡിയ എല്ലാം ഒരു വെസ്റ്റേൺ കൾച്ചർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലെ, പോപ്പ് മ്യൂസിക് ഒക്കെ. പക്ഷെ ഇപ്പൊ ഇന്ത്യയിലും നമുക്ക് ഇങ്ങനെയുള്ള കൊക്കക്കോള, MC ഡൊണാൾഡ്സ്, അല്ലെ, നമ്മൾ ഫുഡിനെ വരെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പം ഫുഡ് വരെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്, അതായത് സ്പ്രെഡ് ആവുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ അമേരിക്കൻ മൂവീസ് ഇവിടെയും നമ്മൾ വളരെയധികം പോപ്പുലർ ആണ്. അവരുടെ TV പ്രോഗ്രാംസ്, അവരുടെ ഫാസ്റ്റ് ഫുഡുകൾ, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, ഇപ്പൊ കൊറിയൻ ഡ്രസ്സിങ് സ്റ്റൈൽ, ചൈനീസ് ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എത്തിയത് കൾച്ചറൽ ഡിഫ്യൂഷൻ വഴിയാണ്. അപ്പൊ വേറൊരു സ്ഥലത്തുള്ള വേറൊരു ലൊക്കേഷനിലുള്ള കൾച്ചർ വേറെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ലൊക്കേഷനിലോട്ട് സ്പ്രെഡ് ആവുന്നതിനെയാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് നോളജ് ആവാം, സ്കിൽസ് ആവാം, ഐഡിയാസ് ആവാം, അല്ലെ. അപ്പം ഒരു ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിലോട്ട് പോകുന്നു. അത് ട്രേഡിന്റെ ഭാഗമായിട്ട്, കച്ചവടത്തിന്റെ ഭാഗമായിട്ടാവാം, അല്ലെ. അതുപോലെ തന്നെ മൈഗ്രേഷന്റെ ഭാഗമായിട്ടാവാം. അപ്പൊ കുറെ ആൾക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുടിയേറി പാർക്കുന്നു, അല്ലെ. അല്ലെങ്കിൽ വാർ, യുദ്ധത്തിന്റെ ഭാഗമായിട്ടാവാം ഈ ഒരു കൾച്ചറൽ ഡിഫ്യൂഷൻ നടക്കുന്നത്. Next question. Socialization is a process involving option A, setting up the social norms, option B, normalization of antisocial elements, option C, inducting people to adapt in society,
ഓപ്ഷൻ ഡി ഡിക്ലെയറിംഗ് എവറിത്തിങ് ബിലോങ്ങിങ് ടു സൊസൈറ്റി. സോഷ്യലൈസേഷൻ എന്ത് പ്രോസസ്സാണ് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്താണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻഡക്റ്റിംഗ് പീപ്പിൾ ടു അഡാപ്റ്റ് ഇൻ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയുടെ ഒരു ഭാഗമാവാൻ വേണ്ടിയിട്ടാണ് സോഷ്യലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാൾ സൊസൈറ്റിയുടെ ഭാഗമാവുന്നതിന് വേണ്ടിയിട്ട് ലേൺ ചെയ്യുന്നതിന് അല്ല അഡാപ്റ്റ് ചെയ്യുന്നതിനെ കൂടിയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഇൻഡക്റ്റിംഗ് പീപ്പിൾ ടു അഡാപ്റ്റ് ഇൻ സൊസൈറ്റി. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോസസ് ത്രൂ വിച്ച് പീപ്പിൾ ആർ ടോട്ട് ടു ബി പ്രൊഫിഷ്യന്റ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് ലേണിംഗ് സ്റ്റാൻഡേർഡ്സ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, ബിഹേവിയേഴ്സ് ദാറ്റ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ എ പെർട്ടിക്കുലർ കൾച്ചർ ഓർ സൊസൈറ്റി. നമ്മൾ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൾച്ചറിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, ബിഹേവിയേഴ്സ് ഇതെല്ലാം ലേൺ ചെയ്തെടുക്കുന്നത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൾച്ചറിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് അയാൾ ലേൺ ചെയ്തെടുക്കുന്ന സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയേഴ്സ്, ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സോഷ്യലൈസേഷൻ എന്ന് പറയാൻ പറ്റും. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റിംഗ് പീപ്പിൾ ടു അഡാപ്റ്റ് ഇൻ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലൊരു പ്രൊഫഷൻ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ആൾക്കാർ ലേൺ ചെയ്തെടുക്കുന്നത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ബൈ വിച്ച് എ ഗ്രൂപ്പ് ലേൺസ് ടു കൺഫോംസ് ടു ദ നോംസ് ഓഫ് ദ ഗ്രൂപ്പ്. ഓപ്ഷൻ എ എക്കൾച്ചറേഷൻ, ബി സോഷ്യലൈസേഷൻ, C. Industrialization, D. Assimilation. The right answer is socialization. Next question. The general process of acquiring culture is called diffusion, dispersion, acculturation, socialization. The right answer is socialization. Next question, all are factors influencing socialization except identification, imitation, language, laws. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫാക്ടേഴ്സും സോഷ്യലൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ റൈറ്റ് ആൻസർ ലോ ആണ്. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ആണെങ്കിലും ഇമിറ്റേഷൻ ആണെങ്കിലും ലാംഗ്വേജ് ത്രൂ ആണെങ്കിലും ഒക്കെ നമ്മൾ സോഷ്യലൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമാകുന്നുണ്ട്. അപ്പം ഇതിൽ ഉൾപ്പെടാത്തത് ലോസ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ലോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യലൈസേഷൻ into one's primary culture as a child is known as enculturation, cultural lag, acculturation, assimilation. The right answer is enculturation. അപ്പോൾ നമുക്ക് enculturation acculturation തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. enculturation എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. അതായത് നമ്മൾ ഒരു കൾച്ചറിന്റെ, എല്ലാ ആൾക്കാരും ജനിക്കുമ്പോൾ തന്നെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് ജനിക്കുന്നത് അല്ലെ. അപ്പം ബൈ ബർത്ത് നമ്മൾ ഒരു കൾച്ചറിൽ ജനിക്കുകയാണ്. അപ്പൊ ആ ഒരു കൾച്ചറിന് നമ്മൾ ഏത് സംസ്കാരത്തിലാണോ ജനിച്ചത് അത് നമ്മൾ ബർത്ത് തൊട്ട് നമ്മൾ സബ് കോൺഷ്യസ്ലി ആ ഒരു കൾച്ചറിന്റെ ഭാഗമാവുന്നുണ്ട്. അപ്പൊ അതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. നമ്മൾ ഒരു സബ് കോൺഷ്യസ് ലെവലിലാണ് നമ്മൾ ആ ഒരു കൾച്ചർ നമ്മൾ പഠിച്ചെടുക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. അപ്പം ഏതൊരാളും ജനിച്ചിട്ടുള്ള ഒരു കൾച്ചർ ഏതാണോ ആ ഒരു കൾച്ചറിനെ അവര് സബ് കോൺഷ്യസ്ലി അവര് സീക്ക് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആ ഒരു കൾച്ചർ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനെയാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എൻകൾച്ചറേഷനെ സംബന്ധിച്ചിടത്തോളം എൻകൾച്ചറേഷനിലുള്ള നമ്മൾ പഠിച്ചെടുക്കുന്ന കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് ആണ്. അത് നമ്മളെ പ്രൈമറി കൾച്ചർ ആയിരിക്കും. അപ്പം ഒരാൾ ഒരു റിലീജിയനിൽ ജനിച്ചു, അപ്പൊ ആ ഒരു റിലീജിയന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അയാൾ പഠിച്ചെടുക്കുന്നുണ്ട് അല്ലെ, എൻകൾച്ചറേഷൻ വഴി. അപ്പം അത് നമ്മൾ പ്രൈമർലി സബ് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതാണ് അല്ലെ. ഇപ്പം നമ്മൾ ബർത്ത് മുതലേ ആ ഒരു കൾച്ചർ നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ നമ്മൾ അതിന്റെ ഭാഗമായി മാറുന്നുണ്ട്. എക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ജനിച്ച കൾച്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചർ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെ. അപ്പം യൂറോപ്പിലുള്ള ഒരാൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ
അയാൾ ശരിക്കും അയാളെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് വെസ്റ്റേൺ സ്റ്റൈലാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ആൾക്കുള്ളത്. പക്ഷെ അയാൾ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് ഒരു ന്യൂ കൾച്ചറുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നു, അതായത് ഇന്ത്യൻ കൾച്ചറുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അയാൾ ആ ഒരു കൾച്ചർ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് എക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാൾ ഇന്ത്യയിലെ സംസ്കാരത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിലെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നു, അല്ലെങ്കിൽ അതിന് ആ ഒരു കൾച്ചറിന്റെ ഭാഗമാവുന്നത് എൻകൾച്ചറേഷൻ ആണ് അല്ലെ. പക്ഷെ പുറത്തുനിന്ന് വേറൊരു കൾച്ചറിൽ നിന്ന് വന്ന ഒരാൾ പുതിയൊരു കൾച്ചർ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിനോട് എക്സ്പോസ്ഡ് ആവുമ്പോൾ അത് കോൺഷ്യസ്ലി ചെയ്യുന്ന ഒരു കാര്യമാണ്, അതിനെയാണ് എക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പം എക്കൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് മുന്നേ വേറൊരു കൾച്ചർ ഉണ്ടായിരിക്കും, പക്ഷെ അവർ പുതിയ ഒരു കൾച്ചറുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇറ്റ് ഒക്കേഴ്സ് കോൺഷ്യസ്ലി വെൻ ഇൻഡിവിജ്വൽസ് ഇന്ററാക്ട് വിത്ത് എ ഡിഫറെന്റ് കൾച്ചർ. അപ്പൊ യൂറോപ്യൻ കൾച്ചറുള്ള ഒരാൾ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് ഇന്ത്യൻ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എക്കൾച്ചറേഷൻ എന്ന് പറയും.